ഇന്നിപ്പോ എന്റെ കൂടെ ഉള്ളത് സുവിനാണ്. ഫിഷറും പൈൽസും അല്ലെ, രണ്ടും കൂടി രണ്ട് ബുദ്ധിമുട്ടായിട്ട് വരുമ്പോ എങ്ങനെയായിരുന്നു ഒരവസ്ഥ എങ്ങനെയായിരുന്നു? വരുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വണ്ടിമേലാണ് വന്നതെങ്കിലും എനിക്ക് വണ്ടിമേ ഇരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു. കൃത്യമായിട്ട് മലം പോവാതെ കരിങ്കല്ല് പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഞാൻ വന്നപ്പോ തന്നെ ഡോക്ടറോട് പറഞ്ഞു തീരെ ശോധനയില്ല, പോകുന്നില്ല. അപ്പൊ തന്നെ ഡോക്ടർ വസ്തി ചെയ്യാണ് ചെയ്തത്. വസ്തി ചെയ്തപ്പോഴാണ് ഭയങ്കര ഒരു ആശ്വാസം കിട്ടിയത്. പക്ഷെ ഇൻഫ്ലമേഷനും ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും വണ്ടിമേ ഇരുന്ന് പോകാനുള്ള ഒരു സ്ഥിതി ഉണ്ടാക്കിയത് ഡോക്ടർ ഫസ്റ്റ് ചെയ്തതാണ്. സുവിന്റെ കേസിൽ വന്നത് ആദ്യം വരുമ്പോ ഭയങ്കര നീർക്കെട്ടായിരുന്നു. അപ്പൊ നമ്മൾ ചെയ്തത് ഈ ഒന്ന് മലശോധന ഉണ്ടാക്കി, അതിന്റെ ഒപ്പം തന്നെ നീര് വറ്റിക്കുകയായിരുന്നു ചെയ്തത്. നീര് വറ്റിച്ച് അതിന്റെ പൈൽസിന്റെ വലുപ്പം കുറയ്ക്കുക. അവര് എപ്പോഴും ഈ ഫിഷർ വരുമ്പോ ഞാൻ കണ്ടിട്ടുള്ളത് ഭയങ്കര നീരുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഭയങ്കര വേദന ഉണ്ടാവുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു ഘട്ടത്തില് നീര് പൂർണ്ണമായിട്ടും വറ്റിച്ചു. പിന്നെ നമ്മൾ ചെയ്തത് ഈ ഡൈജഷൻ പ്രോപ്പർ ആയിരുന്നില്ല, ദഹിക്കുന്നുണ്ടായിരുന്നില്ല. എന്ത് കഴിച്ചാലും ദഹിക്കാത്ത പ്രോബ്ലം. അവിടെ നിന്നാണ് ഈ പൈൽസിലേക്കും ഫിഷറിലേക്കും ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ഒരു നീർക്കെട്ടിന്റെ വേദന മാറി കഴിഞ്ഞപ്പോ നമ്മൾ നേരത്തെ ചികിത്സ ഡൈജഷനിലേക്ക് തിരിച്ചു. ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക്. എന്ത് കഴിച്ചാലും എന്തെങ്കിലുമൊക്കെ ഒരു സൈഡ് എഫക്ട്സ്, വായല് പുണ്ണു വരിക, വായല് തൊലി പോകുക, അങ്ങനെയൊക്കെയുള്ള. അപ്പൊ ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയും ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേറെ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ ചെയ്തെങ്കിലും വായല് പുണ്ണു മാറും, പക്ഷെ നമ്മൾ ഡൈജഷൻ കറക്റ്റ് ആവുന്നില്ല. അങ്ങനെ രണ്ടിന്റെ ഇടയിൽ നടുവിന് നീർക്കെട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഡോക്ടറോട് പറഞ്ഞിരുന്നില്ല, നടുവിന്റെ നീർക്കെട്ട്. എനിക്ക് അപ്പൊ പ്രധാനം ഈ പൈൽസും ഈ ഫിഷറും ആയിരുന്നു. അപ്പൊ ഞാൻ ഡോക്ടറോട് അതാണ് പറഞ്ഞെങ്കിലും ഡോക്ടർ ആ കഷായം കുടിച്ചോടുകൂടി എനിക്ക് ആ നടുവിനുണ്ടായിരുന്ന നീർക്കെട്ട് നടക്കാൻ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ നടുവിന് ഒരു നീർക്കെട്ടായിട്ട്. പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി ഡോക്ടറെ കഷായം കുടിച്ചോടുകൂടി അത് മാറി. ഇത്രേ ഉള്ളൂ. ഡൈജഷൻ ശരിയാകുമ്പോ ശരീരത്തിൽ മൊത്തം നീര് ഇല്ലാണ്ടാവും. അപ്പൊ പിന്നെ ബാക്കി എല്ലാ ഈ പുണ്ണാണെങ്കിലും ദഹിക്കാത്തോണ്ടായിരുന്നു അത് വന്നിരുന്നിട്ടുണ്ടായിരുന്നത്. അതിന് വേറെ ട്രീറ്റ്മെന്റ് ഓരോന്നിനും സെപ്പറേറ്റ് ആണ് ഞാൻ ചെയ്തിരുന്നത്. പക്ഷെ നമ്മുടെ ഒരു മരുന്നുകൊണ്ട് നടുവേദന മാറുന്നു, വായ്പുണ്ണും മാറുന്നു, ഫിഷർ പൈൽസ് എല്ലാം ഒരുമിച്ച് വേറെ സെപ്പറേറ്റ് കഴിക്കേണ്ടി വന്നില്ല. ആകെ 2 ബോട്ടിൽ കഷായം, 2 സെപ്പറേറ്റ് കഷായം. തുടക്കത്തില് എപ്പോഴും വയറ് ശരി ആയുർവേദത്തിൽ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഉദരം ശരിയായി എല്ലാ രോഗവും മാറും. ആ ഒരു കൺസെപ്റ്റ്, അത് പ്രോപ്പറായിട്ട് മെഡിസിൻ സെലക്ഷൻ ആണ്. അതിൽ ഒരു ആദ്യത്തെ ഘട്ടത്തിൽ ഇൻഫ്ലമേഷൻ കുറച്ചു, പിന്നെ ഡൈജഷൻ ശരിയാക്കി. ഇതിലൂടെ തന്നെ മൊത്തം രോഗങ്ങളും മാറി. അന്ന് ആദ്യം വരുമ്പോ ഭയങ്കര മെലിഞ്ഞായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വെയിറ്റ് ഏകദേശം ഒരു അണ്ടർ വെയിറ്റ് ആയി. ഭയങ്കര മെലിഞ്ഞാണ്. ഇപ്പൊ കാണുമ്പോ ആളൊക്കെ ഭയങ്കര ഫ്രഷായി, മുഖമൊക്കെ ഒരു വിധം ആരോഗ്യം വെച്ച പോലെയായി. ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. എത്ര കൊല്ലായി ഇപ്പൊ? ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 കൊല്ലായി. 1.5 കൊല്ലായി അല്ലേ? ഇപ്പൊ പൈൽസിന്റെ ഫിഷറിന്റെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളില്ല.